മഴ തിമിർത്ത് പെയ്യുകയാണ്. പേമാരിയും കാറ്റും നാടാകെ നാശം വിതയ്ക്കുമ്പോൾ അർദ്ധരാത്രിയിൽ പോലും കണ്ണിമ വെട്ടാതെ ജാഗരൂകരായിരിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സർവസജ്ജരായി സേവന സന്നദ്ധതയുടെ ആൾരൂപമായി മാറിയ യുവാക്കളുടെ കൂട്ടം. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സേവനമുഖമായ വൈറ്റ് ഗാർഡ് രാപ്പകൽ ഭേദമന്യേ മഴക്കെടുതിയിൽ വലയുന്ന ജനങ്ങൾക്ക് ആശ്വാസമേകി സേവനത്തിൻ്റെയും സ്വയം സന്നദ്ധതയുടെയും പുതുചരിത്രം തീർക്കുകയാണ്. കൊടുവള്ളി മുനിസിപ്പൽ വൈറ്റ് ഗാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി 50-ലധികം ഇടങ്ങളിലാണ് മഴക്കെടുതി മൂലം പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകിയത്. വീടുകൾക്കും വൈദ്യുതി ലൈനുകൾക്കും മുകളിൽ വീഴുന്ന മരങ്ങൾ വെട്ടിമാറ്റി അപകടനില ഒഴിവാക്കുന്നത് മുതൽ വെള്ളം കയറുന്ന ഇടങ്ങളിൽ ഓടിയെത്തി സുരക്ഷിത സാഹചര്യം ഒരുക്കുന്നതുവരെ സമയമോ കാലാവസ്ഥയോ നോക്കാതെയാണ് ഇവരുടെ പ്രവർത്തനം. പലതും അർദ്ധരാത്രിയും കോരിച്ചൊരിയുന്ന മഴയത്തുമായിരുന്നു. ജീവൻ പോലും പണയം വെച്ചാണ് പ്രതിഫലമൊട്ടും ആഗ്രഹിക്കാതെ അപകടനിലയിലുള്ള വീടുകൾക്കും കൂറ്റൻ മരങ്ങൾക്കും മുകളിൽ കയറിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ. കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമായി 32 അംഗങ്ങൾ വീതമുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച വൈറ്റ് ഗാർഡ് യൂണിറ്റിനുള്ള സംസ്ഥാന യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പുരസ്കാരം നേരത്തെ കൊടുവള്ളിക്ക് ലഭിച്ചിരുന്നു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങൾക്ക് വൈറ്റ് ഗാർഡിൻ്റെ സഹായം തേടാമെന്നും ഏത് സാഹചര്യവും നേരിടാൻ പ്രവർത്തകർ സർവ്വസജ്ജരാണെന്നുമാണ് വൈറ്റ് ഗാർഡിൻ്റെ ഭാരവാഹികൾ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളും സജീവമാണ്. സ്വന്തം ജോലിയും മറ്റു വരുമാന മാർഗങ്ങളും ഒഴിവാക്കിയാണ് അടിയന്തര ഘട്ടങ്ങളിൽ ദുരന്തമുഖങ്ങളിലേക്ക് ചെറുപ്പക്കാർ ഓടിയെത്തുന്നത്. ജനങ്ങളുടെ സുരക്ഷ മാത്രം കാംക്ഷിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ പറ്റുന്ന മുറിവുകളുണ്ടാക്കുന്ന വേദനകൾ പോലും അവർ അറിയുന്നേയില്ല.